Voice of Gamers. Door you've chosen. Third, survive and reach the end. എന്താളി അതായിരിക്കും വിഷയം. Locate the complementary torch and room key within this room. Yeah. Good luck. ഓ ഗൈസ്, അപ്പൊ ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഈ ഗെയിമിനുണ്ടല്ലോ 10 സെറ്റ് ഓഫ് ഡോർസ് ഉണ്ടെന്നാ പറഞ്ഞേക്കണത്. ഒരു ബ്ലൂ ഡോറും ഒരു റെഡ് ഡോറും അതുപോലെ 10 സെറ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. എല്ലാ ഡോറിന്റെ ഉള്ളിലുണ്ടല്ലോ ഗൈസ് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോബിയാസ് ഉണ്ടാവും. നമ്മളിങ്ങനെ പേടിപ്പിക്കുന്ന സാധനമില്ല ഗൈസ്, എനിക്കറിയാൻ പാടില്ല. ഫോബിയ പല ഫോബിയ, ഇഷ്ടംപോലെ ഫോബിയ ഉണ്ട്. നല്ല പൊക്കത്തിന് ഇരിക്കുമ്പോ പേടിക്കണ ഫോബിയ, വെള്ളത്തിന്റെ അടിയിലിരിക്കുമ്പോ വേറൊരു ഫോബിയ, ഇടുങ്ങിയ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഓരോരുത്തർക്കും പേടിക്കണ ഒരു സംഭവമില്ല, അതുണ്ട്. അപ്പൊ നമ്മള് ബ്ലൂ ഡോറാണോ റെഡ് ഡോർ ആണ് നമ്മൾ കെയർഫുള്ളി ചൂസ് ചെയ്യണം. എന്നിട്ടുണ്ടല്ലോ ചൂസ് ചെയ്തിട്ട് അവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബ്ലൂ ഡോറിന്റെ അവിടെ റെഡ് ഡോറിന്റെ അവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ബട്ടൺ ഞെക്കി ഏതെങ്കിലും ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ ഡോർ ക്ലോസ് ആയിരിക്കും. പിന്നെ നമുക്ക് ആ ഓപ്പൺ ചെയ്ത ഡോർ ഏതാണോ അതിക്കേക്കാൻ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നമ്മൾ സർവൈവ് ചെയ്ത് അതിന്റെ എൻഡ് വരെ റീച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ കോംപ്ലിമെന്ററി ആയിട്ടുണ്ടല്ലോ ഗൈസ് ഒരു ടോർച്ചും ഉണ്ട്, ഒരു കീയും തന്നിട്ടുണ്ട്. ഗെയിം സ്റ്റക്കാവല്ലേ. എനിക്ക് നല്ല പേടിയൊന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ അണ്ണം പേടിക്കില്ലെന്ന്. അപ്പൊ ഈ ഡോർ ഞാൻ കീ വെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഡോർ ക്ലോസ് ആയി. ഇനി നമുക്കൊരു തിരിച്ചു പോക്കില്ലടാ, ഇനി നമുക്കൊരു തിരിച്ചു വരവില്ല ശശിയെ. ഞാൻ ഫസ്റ്റത്തെ സ്ഥലം എത്തിയിട്ടുണ്ടാ. ബ്ലൂ ഡോറും ഉണ്ട് റെഡ് ഡോറും ഉണ്ട്. എന്റെ ആളിയാ ഗൈസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. തുടക്കത്തെ തന്നെ ഡോറാണ്, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ ഗൈസ്. നമുക്ക് ഞാൻ എന്തായാലും സെലക്ട് ചെയ്യണം. അക്കായിക്ക വെക്കം പൊക്കം ഇടാം. അക്കായിക്ക വെക്കം പൊക്കം അത്തിപ്പഴം കൊത്തി തിന്നു തത്തമ്മ ഞാൻ നീയും ചെണ്ട റോസ പൂന മണ്ട. നീല ഡോറാണ് ഗൈസ് വന്നേക്കണേ. എനിക്കറിയാം എനിക്ക് കിട്ടണ എല്ലാം ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് നല്ല പണി കിട്ടുന്ന സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് എനിക്ക് നീല ഡോറല്ല ഞാൻ ഇപ്പൊ എണ്ണിപ്പോ കിട്ടിയത്. പക്ഷെ ഞാൻ റെഡ് ഡോറ് നീല ഡോർ തന്നെ തുറന്നാ മതി തോന്നണോ. ഇവിടുന്ന് എന്തൊക്കെ പാമ്പാന്ന് തോന്നണ ഇഴയുടെ സൗണ്ട് ഞാൻ കേക്കണ്ട്. എന്റെ അമ്മേ ഇനി ഈ ഡോർ തുറക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടായിന്ന് തോന്നണേ. നീല ഡോർ തന്നെ കിട്ടിയത് തുറന്നാ മതിയായിരുന്നു. പക്ഷെ ഞാൻ ഭാഗ്യമില്ലാത്തവനാലോ എന്ന് വിചാരിച്ചാണ് ഗൈസ് റെഡ് ഡോർ തുറന്നപ്പോ ഇത് കേൾക്കണം കുറച്ച് പാറ്റ. ഗൈസ് ഇത് ചിലർക്ക് പാറ്റേനൊക്കെ കാണുമ്പോ പേടിയാലോ. എനിക്കിങ്ങനെ നേരത്തെ കേൾക്കണ ഇങ്ങനെ കുളിര് പോലെ കീറും ഗൈസ്. ഇങ്ങനെ പാറ്റേനെ പാമ്പിനെ കാണുമ്പോ പാമ്പിനെ കൊടുക്കത്ത് പേടിയാ. ഞാനിത് കേൾക്കണേ അറ്റവരെ നടന്നു പോണം. ചിലവർക്ക് ഇതിന്റെ ഫോബിയ പേടി പാറ്റേന്റെ പേടിയുള്ളവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഡോർ ക്ലോസ് ചെയ്യും. നമ്മൾ ക്ലോസ് ചെയ്ത് ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഓൾ ഹോപ്പ് ഈസ് ലോസ്റ്റ്. എന്റെ അമ്മേ ഗൈസ്, ഇവിടെ വേറെ ആൾക്കാർ ഡെഡ് ആയി കിടക്കണ് ഗൈസ്. ഇനിയുള്ള ഡോറുകളൊക്കെ വിഷയായിരിക്കുന്ന തോന്നണേ. നമുക്ക് അടുത്ത സംഗതി ഇട്ടാലോ. അടുത്ത സംഗതി മറ്റേതിടാ. എന്റെ അമ്മ കടയിൽ പോയി ഒരു ഡസ വള വാങ്ങി. ആ വളയുടെ നിറമെന്ത് നിറം എന്താണ് ഗൈസ്? ചുവപ്പ് പറയാ, ചുവപ്പ് ഡോറ് കിട്ടി ഗൈസ് ഇത്തവണ. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം നീല കിട്ടിയത് നീല തന്നെ ഓപ്പൺ ചെയ്താൽ മതി. അത് ഇപ്പൊ എനിക്ക് ചുവപ്പ് കിട്ടി, അതുകൊണ്ട് ഞാൻ ചുവപ്പൻ ഓപ്പൺ ചെയ്യാണ് ഗൈസ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോടാ എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 1 മില്യൺ ആണ്. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ഉണ്ടല്ലോടാ റെഡ് ഡോറിന്റെ എന്തോ മ്യൂസിക്കല്ല കേട്ടെ. ഇത് കുഴപ്പമില്ല, ഏതോ ബലൂണൊക്കെ ഇട്ട് ഏതോ ജോക്കർ ഒന്ന് പിടിച്ചാ. നോ ഗൈസ്, ഏതോ ക്ലൗൺ വന്നെ പിടിച്ച്. അപ്പൊ ഞാനിനി ആയും തൊട്ട് കളിക്കണം. ഇനി ഇങ്ങനെയാണ് ഗൈസ് നമ്മളൊരു സ്ഥലത്ത് പേടുകയാണെങ്കിൽ വീണ്ടും ആയും തൊട്ട് തന്നെ കളിക്കണം. ഞാൻ എന്തായാലും ഇത്തവണ നീലാണ് സെലക്ട് ചെയ്തേക്കണേ. ഇവിടെ കുഴപ്പമില്ല കേട്ടാ. തിരിച്ചു കൊടുക്കും. അതെനിക്ക് പേടിപ്പിച്ചില്ലാടാ. പക്ഷെ എനിക്ക് തിരിഞ്ഞോടാൻ നേരത്തെ അവിടുത്തെ ഡോർ ക്ലോസ് ആയി. പിന്നെ ഞാനെങ്ങനെ പോയി ഇതിനകത്ത് നമുക്ക് കുനിയാൻ പറ്റുമോ? അവിടെ ഡോർ ലോക്ക് ആയി ഗൈസ്. പിന്നെ എങ്ങനെയാണ് പോണേ? ഫേസ് സ്പൈഡർ. ആ ഡോർ ഓപ്പൺ ചെയ്തപ്പോ സ്പൈഡർ വന്ന്. എല്ലാത്തിലും സെയിം സാധനം തന്നെ വന്നേന്ന് തോന്നുന്നു. ഇത്തവണ വീണ്ടും പാറ്റയുടെ വന്നേ. കുഴപ്പമില്ല. അപ്പൊ ഡോർ 2 കഴിഞ്ഞ തവണ ഇവിടെ എന്തോ സാധനം ഉണ്ടാ. ഇതെടുക്കണം. മൈ നെയിം ഈസ് ജോൺ കാർലോസ് ആർട്ടിസിയൻ സെൻസ. ഐ വാസ് ഡെസ്പറേറ്റ് ട്രൈങ് ടു മേക്ക് മണി ടു പേ ഓഫ് മൈ ഡെബ്റ്റ്. ഐ തോട്ട് ദിസ് വാസ് ഗോയിങ് ടു ബി മൈ ഈസി ടാസ്ക്. ഐ വാസ് സോ റോങ്. I regret coming here. We all regret coming here. Guys, ഇതെന്തോ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് വന്ന് ഈ സാധനം ചെയ്യണി പെട്ടെന്ന് പൈസ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചാണ് ഇവൻ വന്നത്. പക്ഷെ ഇവിടെ വന്നവരെല്ലാം റിഗ്രറ്റ് ചെയ്തു. ഇത് ഈസി അല്ല എന്നാണ് ഗൈസ് പറഞ്ഞത്. നമ്മളിവിടെ റെഡ് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലൗ വന്നേ. അതുകൊണ്ട് ഞാൻ ബ്ലൂ ഡോർ എന്തായാലും ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഗൈസ്. അമ്മേ
ഹലോ, ഇയാളെന്താണ് അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കണേ? എടേ ക്ലൗഡ് തന്നെ മതി, ഈ ഡോർ തുറക്ക്. എടാ ഇനി ഇവിടെ എന്താണ് ചെയ്യണ്ടേ? ഓ സൂം ചെയ്യാൻ പറ്റൂട്ടാ. എടാ ഇതൊന്നും എന്നെ അങ്ങനെ പേടിപ്പിക്കണില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഇതൊന്നും എന്നെ അങ്ങനെ പേടിപ്പിക്കില്ല. തുറക്ക് തുറക്ക്. ഇതേ ഡോറിലെ പയ്യൻ, ഇതേ ഡോറിലെ ക്ലൗൺ, രണ്ടുപേരും ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. എടേ ഇതിനകത്ത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കില്ല കേട്ടാ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയതുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഡോർ തുറന്ന് ആ മറ്റേ പാറ്റയുടെ ഡോർ കേക്കടെ കയറുന്നത് ശരിയാർന്ന്. ഇവിടെ വേറൊരു നോട്ട് കിടക്കണ്ടല്ലോ. 20 people came in here, 4 are already dead. 20 ആൾക്കാർ വന്നിട്ടുണ്ട്, 4 പേര് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി ഡെഡ് ആയി. മൂന്നാമത്തെ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ ഹൗ മച്ച് ലോങ്ങർ ക്യാൻ വി ടേക്ക്. ജെറോമി ഗോട്ട് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ആൻഡ് സ്ട്രക്ക് ടു ദി സീലിംഗ് ലൈക്ക് ഓ മൈ ഗോഡ് ഗൈസ്, ജെറാമിനെ 2 കഷ്ടാക്കി. ജെറാമി ഇവിടെ ഇരിക്കണ്ട്. നമ്മൾ മൂന്നാമത്തെ ഇവരനങ്ങല്ലല്ല, അനങ്ങണ്ടല്ല. ജോക്കർ ക്ലൗൺ ഒക്കെ അനങ്ങണ്ട്. ഞാനുണ്ടല്ലോ ഗൈസ്, അടുത്ത വഴി ഏതാ നോക്കട്ടെ. നമ്മുടെ പ്രോ പ്ലെയർ ക്ലാസ് എടുത്തിട്ട് നമുക്ക് നോക്കാം. 3 ഡോറല്ല 2 ഡോർ നമ്മൾ ക്ലോസ് ചെയ്തതിന് മൂന്നാമത്തെ ഡോറാണ് നമുക്ക് പോകാനുള്ളത്. നമുക്കുണ്ടല്ലോ ഗൈസ് തന്ത്രം എടുക്കണം. നോക്കട്ടെ. തിരുദേവി 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 വഴികാട്ട്. ഓ നീല ഡോറ് ഇത്തവണ ഉണ്ടല്ലോ ഗൈസ്. തിരുദേവി പറഞ്ഞ നീല ഡോർ കേക്കടെ തന്നെയാണ് ഞാൻ പോണേ. തുറന്നോ, നല്ല വഴി തന്നെ, കുഴപ്പമില്ലെന്നിട്ട് തോന്നണേ. തിരിച്ചു പോകില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട് കേക്കടെ തന്നെ പോണം. തിരുദേവി നമ്മള് പറ്റിച്ചടാ, പറ്റിച്ച്. എടേ ഞാൻ വീണ്ടും ആയിട്ടോ തിരുദേവി എന്നെ പറ്റിച്ച്. ഞാൻ വെച്ചാ പിള്ളേര് നമ്മളൊന്നും ചെയ്യില്ലെന്നേട്ടാ. കിട്ടണേന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേസ് നമ്മൾ പോണ്ടേ. ശരിയാ, കിട്ടണേന്റെ ഓപ്പോസിറ്റ്. ആദ്യം നമുക്ക് നീല കിട്ടി, ഞാൻ ചോമ്പിക്കേക്കടെ പോയി. അപ്പൊ എനിക്ക് സേഫ് ആയിട്ട് ഇപ്പുറത്താൻ പറ്റി അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ കേസ് ഈ ഡോറ് ഭയങ്കര പാടായിരിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി പാറ്റുള്ള ഡോർ എളുപ്പമായിരുന്നു. പിന്നെ എനിക്ക് ചോപ്പ് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഭാഗ്യമുള്ള ദിവസമായിരിക്കും. ഞാൻ ചോമ്പിക്കേക്കടെ പോയി. പക്ഷെ അവിടെ ക്ലൗൺ ഉണ്ടായി, ക്ലൗൺ നമ്മൾ പിടിച്ചു. അപ്പൊ ഞാൻ നീല ഡോർ ഓപ്പൺ ചെയ്ത് ഇത് ജസ്റ്റ് ഒരു ജംപ് സ്കെയർ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ സിമ്പിൾ ആയിട്ടുണ്ടല്ലോ അപ്പുറത്തേട്ട്. ഇത് ഇനി നമ്മൾ പേടിപ്പിക്കാൻ പറ്റില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പേടിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാലോ. ഇവിടെ എത്തി, പിന്നെ തിരുദേവി എന്നെ നീല കാണിച്ചു. ഞാൻ എന്റെ ഭാഗ്യമായിരിക്കും നീലക്കേക്കടെ പോയി. പക്ഷെ ആക്ച്വലി നീല എടുക്കരുതാർത്തടാ, ചുമപ്പ് എടുക്കണം, ചുമപ്പ്. ഏത് കൊച്ചിവിടെ ഇരിക്കണ്ടല്ലോ, കുഴപ്പമില്ല, സ്പീഡിലൂടി പോക്കോ. നോ എടേ, നമ്മളപ്പോ അവിടെ എന്ത് ചെയ്യണം? ഏത് വഴി എടുത്താലും പണിയായിരുന്നു. അപ്പൊ തിരുദേവി നമ്മൾ പറ്റിച്ചതല്ല ഏട്ടാ. ഏത് വഴിക്കേക്കടെ കയറിയാലും പണിയായിരുന്നോ തോന്നുന്നു. ഏത് വഴിക്കേക്കടെ കയറിയാലും പണിയാടാ. എനിക്ക് തോന്നുന്നു നമ്മളെ കൊച്ചിനെ നോക്കിയല്ലോ നടക്കണോ അല്ലേ? ചിലപ്പോ അങ്ങനെ നോക്കി നടക്കണേ കറക്റ്റ് ആവുന്നാണ് എനിക്ക് തോന്നുന്നു. അറിയില്ല ഏട്ടാ. എന്തായാലും ഇതൊന്നും നമ്മളിത് പേടിപ്പിക്കില്ല. എനിക്ക് തോന്നണേ അവിടെ 2 സ്ഥലവും ഉണ്ട്. അത് കേൾക്കണേ ഏത് വഴിയാ പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. നമ്മളത് കണ്ടുപിടിക്കണം ഗൈസ്. കണ്ടുപിടിക്കും. എനിക്ക് തോന്നണേ നമ്മൾ ഈ കൊച്ചിനെ നോക്കി നടക്കേണ്ടി വരുമോ. നോക്കട്ടെ അങ്ങ്. അപ്പൊ നമ്മൾ ഈ കസേരയിൽ ഇരിക്കണ. എനിക്കൊന്ന് താക്കോല് കിട്ടിയിട്ട് ഇവിടുന്ന്. എനിക്ക് ഈ ഡോർ തുറക്കാൻ പറ്റുമോ? അപ്പൊ ഇല്ലല്ലേ, അങ്ങ് അറ്റത്തെ ഡോർ എനിക്ക് തുറക്കണം എന്നാണ് തോന്നണേ. ഡോറ് തുറക്കാൻ ലേറ്റ് ആയി പോയിടാ. എനിക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? നമ്മള് ഇത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ചെറിയ മണ്ടത്തിന് പറ്റി പോയിട്ടാ. പക്ഷെ ഇപ്പൊ റെഡിയാക്കണം, ഇപ്പൊ തന്നെ റെഡിയാക്കാം. എനിക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടോ? അവിടെ ഞാൻ എത്തട്ടെ ഗൈസ്. കമോണ്ട്രാ സുഹൃത്തുക്കളെ, കണ്ടാ എനിക്ക് ഇവിടെ മനസ്സിലായി. മോളെ താക്കോല് തന്നെ മോളെ. അന്നേരം നമ്മള് കറക്റ്റ് ആയിട്ട് ഡോർ തന്നെ തുറക്കണം കേട്ടാ. എനിക്ക് മോളെ നമ്മള് നോക്കാതിരുന്നാലാണ് ഗൈസ് ഇവള് ഓടി വന്നെ. ഞാൻ പെട്ടെന്ന് തന്നെ ഡോർ തുറക്കണം കേട്ടാ താക്കോലിട്ട്. കണ്ട നമ്മൾ നോക്കാതിരുന്നാൽ ഞാൻ അവള് ഓടി വരും. യെസ് നീ ഡോർ ക്ലോസ് ചെയ്യേ. ആ കൊച്ചി ഇവിടെ ഇവിടെ എത്തിയപ്പോ കൂടുതൽ ആൾക്കാർ ഡെഡ് ആയി ഗൈസ്. ആ മൂന്നാമത്തെ ഡോർ ക്ലോസ് ചെയ്തു വന്നപ്പോ
എടാ ഞാൻ വിചാരിച്ചു ഒന്നും ചെയ്യില്ലെന്നടാ. എടാ എന്നെ പിടിച്ച് ഞാൻ വീണ്ടും ഇവിടെ തൊട്ടിന് വന്നാ. പക്ഷെ ഞാൻ എന്റെ ചാൻസ് വെറുതെ കളഞ്ഞു. അവിടെ ഏതെങ്കിലും ഡോർ തുറന്നിട്ട് എനിക്ക് അപ്പുറത്തേക്കടെ ഇപ്പുറത്തേക്കടെ പോവാൻ തീരുമാനിച്ചാൽ മതിയായിരുന്നു. യെസ് സുഹൃത്തുക്കളെ, ഞാൻ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി 2 ആൾക്കാരുടെ അടുത്തില്ല ഗൈസ്. ഈ ചെറിയ ചെറുക്കൻ ഇവന്റെ അടുത്തിട്ടും ഈ ചെറിയ പെണ്ണില്ല, ഇവന്റെ 2 അടുത്തിട്ട് ഞാൻ പോണില്ല കേട്ടോ. ഇവിടെ there is no escape. 4ാമത്തെ അല്ല 3 ഡോർ നമ്മൾ ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു ലെറ്റർ ഉണ്ട്. ലെറ്റർ വായിച്ചു നോക്കട്ടെ. എവരിത്തിങ് ഹിയർ ഈസ് ടെറിഫൈങ്. യു നെവർ നോ വാട്ട് യു ആർ ഗോയിങ് ടു എൻകൗണ്ടർ നെക്സ്റ്റ്. സത്യ നെക്സ്റ്റ് എന്താ വന്നതെന്ന് നമുക്ക് ഒന്നും അറിയില്ല. ഐ ഓൾമോസ്റ്റ് ഗോട്ട് കിൽഡ് ബാക്ക് there. ഫ്രാങ്ക് സേവ്ഡ് മീ. ഹി പുഷ് മീ ഔട്ട് ഓഫ് ദ വേ ബിഫോർ ദാറ്റ് തിങ് ഗോട്ട് ടു മീ. ഹി സാക്രിഫൈസഡ് ഹിംസെൽഫ് ഫോർ us. അപ്പൊ ഏതോ ഓർത്തിനാണ് ഈ ലെറ്റർ എഴുതി വെച്ചേക്കണേ. അപ്പൊ അവന്റെ ലെറ്ററാണ് കേസ് ഇവിടെ മൊത്തം. കഴിഞ്ഞ ഡോറിന്റെ അവിടെ ഫ്രാങ്ക് അവനെ രക്ഷപ്പെടുത്തി. ഇവനെ തള്ളി ഡോറിന്റെ ഇപ്പുറത്തേക്ക് ഇട്ടു. ഫ്രാങ്ക് അവനെ സാക്രിഫൈസ് ചെയ്തു എന്നാ പറഞ്ഞേ. ഹി കെപ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഡോട്ടർ ബിഫോർ വി കേം ഇൻ ഹിയർ. സെഡ് ദ മണി വുഡ് ഹാവ് ചേഞ്ച്ഡ് ദെയർ ലൈഫ്. ഓ ഫ്രാങ്കിന്റെ മോൾക്ക് വേണ്ടിയാണ് അവൻ ഇവിടെ വന്നേന്ന് തോന്നുന്നു. അവർക്ക് പൈസയുടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട്. ഐ എം സോറി ഫ്രാങ്ക്, വൺസ് ഐ മേക്ക് ഇറ്റ് ഔട്ട് ഹിയർ ഐ വിൽ ഗീവ് ഹാഫ് ഓഫ് മൈ ഏണിംഗ് ടു യുവർ ഡോക്ടർ. അപ്പൊ ഈ ലെറ്റർ എഴുതി വെക്കണം പറയാണ്. ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേട്ട് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസയുടെ പകുതി ഞാൻ നിന്റെ മോൾക്ക് കൊടുത്തോളാന്ന്. ഗൈസ് ഇനി നമുക്ക് നെക്സ്റ്റ് ഏത് ഡോർ സെലക്ട് ചെയ്യണം ഗൈസ്? ഇത് 4ാമത്തെ ഡോറാണ്. പക്ഷെ നിങ്ങളൊരു പാർട്ടി ശ്രദ്ധിച്ചാ ഇനി ഞാൻ കളിക്കില്ല. ആദ്യം നമ്മൾ റെഡ് ഡോർ തുറന്നപ്പോ നമ്മൾ ഇപ്പുറത്തി, 2ാമത് നമ്മൾ ബ്ലൂ ഡോർ തുറന്നപ്പോ നമ്മൾ ഇവിടെ എത്തി, 3ാമത് ലാസ്റ്റ് നമ്മൾ റെഡ് ഡോർ തുറന്നപ്പോഴാണ് ഗൈസ് ഇവിടെ എത്തിയത്. ചിലപ്പോ ഇനി ബ്ലൂ ഡോർ ആണെങ്കിലോ? ഏത് പാറ്റേൺ അങ്ങനെയല്ല, ഇങ്ങനെ 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 ക്രോസ് ആയി ഗൈസ് പോണേ. അതുകൂടി ഞാൻ എന്തായാലും സൗണ്ട് ഒന്നും കേക്കല്ല. കുട്ടിപ്പിശാശം മാറിയിരിക്കുവാണെങ്കിൽ ഇവിടെ സേഫ് ആലോ. പുറകെ